നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 വ്യാഴമാറ്റത്തെ തുടർന്ന് അനവധി ആൾക്കാർ ചിന്തിക്കുകയാണ് കാലം മാറി വരികയാണ്. അങ്ങനെ പല പല വീഡിയോകളിലും നമ്മൾ കേട്ട് കഴിഞ്ഞു. വ്യാഴമാറ്റം എന്നുള്ളത് പല കൂറുകാർക്കും പല നാളുകാർക്കും വളരെയധികം ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എങ്കിൽ പല ആൾക്കാരും വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ്, എനിക്കും അത് മാറ്റം കാണുന്നില്ലല്ലോ, ഇപ്പോൾ 1 മാസം ആയല്ലോ, ഏതാണ്ട് ഇന്നിപ്പോൾ ജൂലൈ 10 കൂടിയിട്ടായിട്ടുണ്ട്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടും ഈ വ്യാഴത്തിന്റെ ഒരു അനുകൂല സ്ഥിതി വരാത്ത പല ആൾക്കാരും നമ്മെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ. വ്യാഴം എന്നുള്ളത് ആ കർക്കടക ക്ഷേത്രത്തിലേക്ക് അത്യുച്ച സ്ഥിതനായിട്ട് മാറിയിരിക്കുകയാണ്. വ്യാഴം എന്നുള്ളത് സർവേശ്വരകാരകനായ വ്യാഴം എന്നുള്ളത് ഈ ലോകത്തിന്റെ തന്നെ പ്രപഞ്ച സത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയധികം വിശേഷപ്പെട്ട ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ജീവിതത്തിലും വ്യാഴത്തിന്റെ മാറ്റം എന്നുള്ളത് നല്ലതുപോലെ സ്വാധീനിക്കും എന്നുള്ളതിൽ സംശയമില്ല. എങ്കിൽ ആ വ്യാഴമാറ്റത്തെ വേണ്ടതുപോലെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ വ്യാഴം എന്നുള്ളത് ഓരോരുത്തരുടെ രാശിക്ക് അതാത് മേഖലകളിൽ ഏതേത് ജീവിത ശൈലികളിലാണ് ഈ വ്യാഴം ജാതകത്തിൽ അനുകൂല സ്ഥിതി ചെയ്യുന്നത്, ജാതകത്തിൽ പ്രതികൂല സ്ഥിതി ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും യോഗങ്ങൾ. അതിലുപരിയായ ഒരു വിശേഷം എന്നുള്ളത് ഈ വ്യാഴമാണ് എല്ലാ ഗ്രഹങ്ങളുടെയും യോഗത്തെ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചറിഞ്ഞതിനെ ചേർക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അത്തരത്തിലുള്ള ഈ വ്യാഴം ഏതാണ്ട് 1 വർഷകാലത്തോളം ഈ കർക്കടകൻ രാശിയിൽ ഉച്ചസ്ഥിതനായിട്ടുള്ള ആ രാശിയിലേക്ക്, ഇനിയിപ്പോൾ ഈ 1 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം വക്ര ദിശയിൽ സഞ്ചരിക്കാനും കൂടി തുടങ്ങുകയാണ് കർക്കടകൻ രാശിയിൽ. നല്ലതുപോലെ ഈ വ്യാഴത്തിന്റെ രാശി മാറ്റത്തെക്കുറിച്ചും വ്യാഴം എന്നുള്ള ഗ്രഹത്തിന്റെ ഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ആദ്യം തന്നെ നമുക്ക് നോക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ വ്യാഴത്തിന്റെ മാറ്റം അനുകൂലത്തിലെത്തുക. മേടക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ഈ ഒരു വ്യാഴം രാശി സംക്രമം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വ്യാഴത്തിന്റെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന അനുകൂല സ്ഥിതികൾ എന്ന് കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയാണ് വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ളത്. ദൃഷ്ടി എന്നുള്ളത് വ്യാഴത്തിന്റെ യോഗം തന്നെ പൂർത്തീകരിക്കുന്ന ഒരു വിശേഷമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾക്ക് ദൃഷ്ടി കൊണ്ട് പൂർണ്ണയോഗം പറയുന്നില്ലെങ്കിലും വ്യാഴം എന്നുള്ളത് ദൃഷ്ടി ചെയ്താൽ തന്നെ വളരെയധികം സാന്നിധ്യ ഫലത്തെ പറയാറുണ്ട് ഗുരുനാഥന്മാർ. അത്തരത്തിൽ കർക്കടകൻ രാശിയിൽ നിൽക്കുന്ന ഈ വ്യാഴം ആദ്യം തന്നെ ദൃഷ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത് 5-ാം ഭാവമായ വൃശ്ചികക്കൂറിലേക്കും 7-ാം ഭാവമായ മകരക്കൂറിലേക്കും അതുപോലെ തന്നെ 9-ാം ഭാവമായ മീനക്കൂറിലേക്കുമാണ് ദൃഷ്ടി ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ മേടക്കൂറുകാരായ ഈ ഓരോരോ അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ 12-ാം ഭാവത്തിലും അതോടൊപ്പം തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 8ാം അതോടൊപ്പം തന്നെ അവരുടെ 10-ാം ഭാവത്തിലേക്കുമാണ് വളരെയധികം ഈ ഒരു വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 4-ാം ഭാവത്തിൽ ചതുർത്ഥം എന്നുള്ളത് കൊണ്ട് അഖില സുഖങ്ങളെയും ഒരു ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ചിന്തകളെയുമാണ് ആ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുക. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഈ 4-ാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം പൂർണ്ണ ഗുണമല്ല നൽകുക. 4-ാം ഭാവത്തിൽ അതോടൊപ്പം തന്നെ ശുക്രന്റെ യോഗവും 5-ാം ഭാവത്തിൽ കേതുവും ഒക്കെ സഞ്ചരിക്കണം. എങ്കിൽ ഈ രാശിനാഥനായ ചൊവ്വ രുചകയോഗത്തെ കൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യാഴത്തിന്റെ 4-ാം ഭാവത്തിലെ സ്ഥിതി അനുകൂലമാക്കി വരാൻ വേണ്ടി മേടക്കൂറിൽ പെട്ടിട്ടുള്ളവർ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് നടത്തുന്നതും ത്രിമധുരം നിവേദിക്കുന്നതും വളരെയധികം നല്ലതാണ്. അത്തരത്തിൽ ഈ വ്യാഴത്തെ അനുകൂലത്തിലേക്ക് കൊണ്ടുവരാൻ വിഷ്ണു സഹസ്രനാമാദികൾ പാരായണം ചെയ്യുകയും വേണം. വ്യാഴം അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ കരുതൽ ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതിയാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. അത്തരത്തിൽ കർമ്മ മേഖലയിലാണ് വളരെയധികം ശേഷിപ്പ് വർദ്ധിക്കുക നിങ്ങൾക്ക്. അതോടൊപ്പം നഷ്ടതകൾ വളരെയധികം കുറഞ്ഞിരിക്കും. അമിതമായ ചെലവ് കുറയാനുള്ള സാധ്യതയുണ്ട്. 12-ാം ഭാവത്തിലുള്ള ശനിയുടെ കാഠിന്യം ഒന്ന് കുറഞ്ഞു വരും. ഇത്തരത്തിലുള്ള വിഷമങ്ങളും ക്ലേശങ്ങളും കുറയാനാണ് മേടക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴത്തെ കൊണ്ട് പറയാൻ സാധിക്കുക. വാഹനാദി വിഷയങ്ങളിൽ ഗൗരവപരമായ ശ്രദ്ധയുണ്ടാവണം, ക്ലേശങ്ങൾ ഉണ്ടാവരുത്, ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവണം. അതോടൊപ്പം തന്നെ ഭൂമി ഇടപാടുകളാവട്ടെ, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാവട്ടെ, വളരെയധികം ശ്രദ്ധയോടുകൂടി പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു 3-ാം ഭാവത്തിലേക്ക് ഈ ബുധൻ മാറി സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ സ്വക്ഷേത്രത്തിലേക്ക് തന്നെ 4-ാം ഭാവത്തിൽ നിന്ന് വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി നീങ്ങേണ്ടുന്ന കാലഘട്ടവും കൂടിയാണ് ഈ ഒരു വ്യാഴത്തിന്റെ കാലം അത്രയും. അതുകൊണ്ട് തന്നെ അഷ്ടമത്തിലുള്ള ഈ വ്യാഴത്തിന്റെ
ദൃഷ്ടിയെ അനുകൂലപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഭഗവതിക്ക് കടുംപായസം നിവേദിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. മേടക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ കാലഘട്ടം വളരെയധികം അനുകൂലപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.